നമസ്കാരം ഗൈസ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥിരം ലൊക്കേഷനായിട്ടുള്ള ട്രിവാൻഡ്രത്ത് തന്നെയാണ് കേട്ടോ. ഞാനിന്ന് പോകുന്നത് മലയാള സിനിമയുടെ ഒരു കിടിലം നായക നടൻ്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ നായക കഥാപാത്രങ്ങളെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കിടിലം പടങ്ങളിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായിട്ടുള്ള മുകേഷ് ഏട്ടൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. മലയാള സിനിമയിൽ ഒരേ ടൈമിൽ കടന്നു വന്ന ആൾക്കാരാണ് മമ്മൂട്ടിയും മുകേഷ് ഏട്ടനും. 90 കാലഘട്ടങ്ങളിലെ നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയാം, അത് മുകേഷ് ഏട്ടനാണ്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പടങ്ങൾ കിട്ടിയിരുന്ന ഒരു ടൈമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു നായക പ്രാധാന്യമുള്ള സിനിമകൾ ആരും മറക്കത്തില്ല. പ്രത്യേകിച്ച് ഗോഡ് ഫാദർ പോലുള്ള സിനിമകളിൽ അദ്ദേഹം സെയിം നായക വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ആ ഒരു വീട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട് വരുന്നത് കുറച്ചങ്ങ് ഉള്ളിലായിട്ടാണ്. അപ്പോൾ ഈ കാണുന്ന റോഡ് കുറച്ച് മുന്നോട്ട് പോകണം. പക്ഷേ ഈ പോകുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അടിപൊളിയാട്ടോ. അപ്പോൾ നല്ലൊരു ഹൈറ്റുള്ള സ്ഥലത്തൂടെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ ഇരിക്കുന്നതാണ്. അപ്പോൾ വളരെ ഇടുങ്ങിയ ഒരു ചെറിയ റോഡാണ്, നിറച്ച് വീടുകൾ ഇരിക്കുന്നുണ്ടോ. ഭയങ്കര വ്യൂ ആട്ടോ. ഈ കുന്നിൻ്റെ മുകളിലൊക്കെ വീട് വെച്ചിരിക്കുന്നവർക്ക് ഭയങ്കര രസമാണ്. അപ്പോൾ ഈ കാണുന്ന റോഡ് കുറച്ചങ്ങ് മുന്നോട്ട് വന്നിട്ട് പിന്നെ തിരിഞ്ഞ് കയറി പോകണം. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് എനിക്ക് കറക്റ്റ് മനസ്സിലായത്. കാരണം അത്രയും കിടിലം വ്യൂ ആണെന്നേ. ഇതൊക്കെ വീടുകളാണ്. ഇതൊക്കെ ഇങ്ങനെ കുന്നിൻ്റെ മുകളിൽ ഇരിക്കുന്ന കണക്കാണ്. അപ്പോൾ മുകളിലൂടെ പരിശീലന പറക്കലിന് പോകുന്ന ചെറിയ ഫ്ലൈറ്റ് പോകുന്നുണ്ട് ട്രിവാൻഡ്രം എയർപോർട്ടിൽ. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്തൂടെയാണ് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാത്ത സിറ്റിയുടെ ഭാഗത്തായിട്ടുള്ള ഒരു പ്രദേശമാണ് കേട്ടോ. നല്ലൊരു കുന്നിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ മനോഹരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണാനായിട്ട് പറ്റും. ഒരുപാട് ദൂരെ ഒരുപാട് ഫ്ലാറ്റുകൾ, അതിൻ്റെ ഇടയിലായിട്ട് ചെറിയ ചെറിയ വീടുകൾ, ഇതൊക്കെയാണ് കാണുന്നത്. ഇതൊന്നും എല്ലാവർക്കും അറിയുന്ന സ്ഥലങ്ങളൊന്നുമല്ല. സാധാരണക്കാരൊന്നും ഒരിക്കലും അറിയാൻ ചാൻസ് ഇല്ലാത്തൊരു ഏരിയയാണ് ട്രിവാൻഡ്രത്ത്. ഇങ്ങനെ അങ്ങ് ഉള്ളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടെന്നുള്ളത് ഈ ഒരു ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അങ്ങ് ലാസ്റ്റിലായിട്ടാണ് നമ്മുടെ മുകേഷ് ഏട്ടൻ വീട് വെച്ചേക്കുന്നത്. ഇതൊക്കെ സത്യം പറയാൻ നല്ലൊരു ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ പോലെയൊക്കെ തോന്നുന്നുണ്ട്. നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ. നമ്മൾ അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് ഇറക്കാൻ തോന്നുന്നു. അങ്ങ് ഇറങ്ങി താഴോട്ട് പോകാനായിട്ട് പറ്റും. ഗൈസ്, നമ്മളെ മുന്നിൽ കാണുന്ന ഈ വീടുണ്ടല്ലോ, മലയാള സിനിമയിലെ ഒരു നടൻ്റെ വൈഫ് ഹൗസാണ്. സുധീർ കരമന എന്ന നടനില്ലേ, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വീടാണിത്. ട്രിവാൻഡ്രത്തുള്ള കുമാരപുരം അടുപ്പിച്ചാണ് മുകേഷ് ഏട്ടൻ്റെ ഈ വീടുള്ളത്. ഇത് അധികം നാളായിട്ടൊന്നുമില്ല അദ്ദേഹം ഇവിടെ വീട് വെച്ചിട്ട്. ഏകദേശം ഒരു 7-8 കൊല്ലമൊക്കെ ആയിട്ടുള്ള കേട്ടോ. ഉള്ളിലോട്ട് കയറി പോകാനായിട്ടുണ്ട്. മുകേഷ് ഏട്ടൻ്റെ കൊല്ലത്തുള്ള വീട് എല്ലാവർക്കും അറിയാം. പക്ഷേ ട്രിവാൻഡ്രത്തുള്ള വീട് അങ്ങനെ അധികം ആർക്കും അറിയത്തില്ല. മലയാള സിനിമയിൽ അദ്ദേഹം വന്ന കാലം തൊട്ടേ അദ്ദേഹം കൊല്ലത്ത് തന്നെയാണ് താമസിക്കുന്നത്. അമ്മയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ കൊല്ലത്താണ് താമസിക്കുന്നത്. കൊല്ലത്തുള്ള മുകേഷ് ഏട്ടൻ്റെ വീട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും പല വീഡിയോയിലൂടെ. പക്ഷേ ട്രിവാൻഡ്രത്തുള്ള അദ്ദേഹത്തിൻ്റെ ഈ പുതിയ വീട് അങ്ങനെ ആരും കണ്ടു കാണാൻ വഴിയില്ല. കാരണം അധികം നാളായിട്ടില്ല അദ്ദേഹം ഇവിടെ ഈ വീട് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഇടയ്ക്കൊക്കെ അദ്ദേഹം വരാറുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ മുകേഷ് ഏട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളെ ഈ മുന്നിൽ കാണുന്ന ഇതാണ് തിരുവനന്തപുരത്തെ മുകേഷ് ഏട്ടൻ്റെ വീട്. കുറച്ചും ഉള്ളിലാണ് ഇരിക്കുന്നത്. ഒരു പഴയ മോഡൽ വീടിൻ്റെ സ്റ്റൈലിലൊക്കെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ വരുമ്പോൾ മാധവം എന്ന് പേരിട്ടിരിക്കുന്നതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ടൊക്കെ സാമ്യമുള്ളൊരു പേരാണ്. അദ്ദേഹത്തിൻ്റെ വീട് കാണുമ്പോഴേ ഒരു വെറൈറ്റി ടൈപ്പിലൊരു വീടാട്ടോ. ഒരു പഴമയും പുതുമയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു വീടാണ്. മുകളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് മനസ്സിലാവും. കാണാൻ ഒരു പ്രത്യേക ഭംഗിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഏരിയ, നല്ല ഹൈറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളിവിടെ നിന്ന് മുന്നിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടൈറ്റാനിയം കമ്പനി കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഫാക്ടറിയൊക്കെ ഇവിടെ നിന്ന് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്.
ബാക്കിലോട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വിശാലമായിട്ട് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വീട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഒരു വീതി കുറഞ്ഞ സ്ഥലമാണെങ്കിലും ബാക്കിലോട്ട് നീളത്തിലാണ് ഈ വീട് വെച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കയറി വരുമ്പോൾ ഈ റോഡിൻ്റെ ഒരു എൻഡ് ഭാഗത്തായിട്ടാണ്. ഈ കാണുന്നത് മറ്റൊരു കമ്പനിയാണ്. അതിൻ്റെ ഡിസൈൻ തന്നെ നല്ല രസമുണ്ട് അല്ലേ. ഇതിങ്ങനെ ഒരു ഹൈറ്റിലിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കടൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈറ്റാനിയം കമ്പനിയൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. അത്രയും ഹൈറ്റിലാണ് ഈ വീടിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നതാണ്. ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം ആ ഒരു ഭാഗം ഏതാണെന്നുള്ളത്. ഭയങ്കര രസമായിരിക്കും ഇവിടുത്തെ വ്യൂ. അതൊക്കെ നോക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇവിടെ വീട് വെച്ചിരിക്കുന്നത്. ഇതാ ഈ കാണുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, അതിങ്ങനെ മതിൽ കെട്ടിയിരിക്കുന്നത് കൊണ്ട് കറക്റ്റ് കാണത്തില്ല. ഈ ഹൈറ്റിൽ കയറിയുന്ന അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പുറകിലായിട്ട് കടലാണ്. കുറച്ചുകൂടെ മുമ്പോട്ട് ചെയ്യുന്ന ഒരു പക്ഷേ നല്ലൊരു വ്യൂ പോയിന്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് അങ്ങോട്ട് നടന്നു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ ആ വ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു വന്നതാണ് കേട്ടോ. ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ ഒരു കനാൽ കാണുന്നുണ്ട്. അത് ഏതാ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എൻ്റെ ഭയങ്കര അടിപൊളി വ്യൂ. അവിടെ എന്തൊക്കെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളി. ഈ കാണുന്ന കാടൊക്കെ വെട്ടിക്കളഞ്ഞാൽ നല്ലൊരു വ്യൂ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഞാൻ ഇറങ്ങി വന്ന വഴിയുണ്ടല്ലോ, അതിൻ്റെ സൈഡിലായിട്ട് മറ്റൊരു വീടുണ്ട് കേട്ടോ. അതൊരു വെറൈറ്റി സംഭവമായിട്ട് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. അത് വെറൈറ്റി ആണ്. കാരണം ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞ വീട്ടിന് പേര് വെച്ചിരിക്കുന്നത്. ഇത് ആരുടെ വീടായാലും ഒരു രക്ഷയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെറൈറ്റികൾ ഇവിടെ കാണുന്നുണ്ട്. മൊത്തത്തിൽ അല്ല എന്തൊക്കെയോ ഒരു സൗന്ദര്യമുള്ളൊരു സ്ഥലം. നീളത്തിന് കിടക്കുക. ഫ്രണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ബോട്ട് ഹൗസ്. ഇതൊക്കെ ഒരു ടൈമിൽ ഭയങ്കര ആൾക്കാർ ശ്രദ്ധിച്ചിരുന്ന സ്ഥലങ്ങളായിരിക്കാം. പിന്നെ ഉള്ളിലായതിനെ കൊണ്ട് ഒരുപാട് പേരൊന്നും ഒരുപക്ഷെ കണ്ടു കാണാനും വഴിയില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നു ഈ ഒരു സംഭവം. അങ്ങനെ ഇതൊക്കെ ഇപ്പോൾ കണ്ടു കിട്ടിയത് മുകേഷ് ഏട്ടൻ്റെ വീട്ടിലോട്ട് വന്നേക്കൊണ്ടാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വീട് ഇരിക്കുന്നത് ആർക്കും അങ്ങനെ അറിയാത്തൊരു ഏരിയയിലാണ്. ബോട്ട് ഹൗസിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ആരുടെ ഐഡിയ ആയാലും ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഹൈറ്റ് നോക്കി എന്തുമാത്രം ഹൈറ്റിലാണ് ഇത് ഇരിക്കുന്നതെന്ന്. ശരിക്കും അവിടെ നിന്നൊക്കെ നല്ല വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിനകത്തെ. അത് കണക്കാക്കിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ മുന്നോട്ട് നടക്കുവാണ്. ചിലർക്ക് ചില സ്ഥലങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, ഭയങ്കര ഭാഗ്യമാണ്. അതൊരു വല്ലാത്തൊരു സംഭവം. വീട് വെച്ച് വരുമ്പോൾ നല്ല രസമുണ്ടാവും.